എൻ്റെ അവസ്ഥ വളരെ മോശമായതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരെ പോലെ വിചാരിച്ച് ചെയ്താൽ പഠിച്ചതിൻ്റെ എങ്കിലും നിങ്ങൾക്ക് ഇതിനൊരു ഇതുണ്ടാവും. എൻ്റെ പേരക്കുട്ടികളും കൂടി എൻ്റെ കൂടെയാണ്. മോളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അതും ഒരു സുഖമില്ലാതെ പേരക്കുട്ടികൾ 2 കുട്ടികളും കൂടെ ഉണ്ട് ഞങ്ങളുടെ കൂടെ കഴിയാനായിട്ട്. അവളും എന്തിനെങ്കിലും പോകും, അങ്ങനെയൊക്കെയാണ് കഴിയുന്നത്. മാപ്പിള സുഖമില്ലാതെ അതും വേണ്ട വെച്ചു. അതിൻ്റെ എല്ലാം കൂടി ഒരു റിസ്ക്കാണ്. എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ എനിക്ക് വഴിയില്ല. എൻ്റെ കാലുകൊണ്ട് തീരെ വയ്യാത്തതും ഇനിയിപ്പോൾ ഇങ്ങനെ പണിക്ക് പോകാൻ പറ്റൂല. ഒരു കടം വാങ്ങിയാലും തിരിച്ചു കൊടുക്കാൻ പറ്റണ്ടേ. അതൊക്കെ കാരണത്താലാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം. ഒരു വേണ്ടപ്പെട്ട കുട്ടിയായതുകൊണ്ട് അങ്ങനെ അറിയിച്ചു തരികയാണ്. നിങ്ങളും കൂടി എല്ലാവരും അറിഞ്ഞ് എനിക്ക് എന്തെങ്കിലും സഹകരിച്ച് ചെയ്തു തന്നാൽ വലിയ ഉപകാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം എനിക്കൊരു കോള് വന്നിരുന്നു. ആ കോളിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ വന്നത്. ഈ കാണുന്ന പുറകിലുള്ള വീട്ടിലെ ഒരു കാര്യം കാണിച്ചു തരാനും ഒരു സഹായം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. വീടിൻ്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പണിയൊന്നും തീർന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിതങ്ങനെ ചെരുപ്പിട്ടിട്ട് തന്നെയാണ് കയറുന്നത് അകത്തേക്ക്. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഉപ്പാൻ്റെ പേരെന്താണ്? ഹംസ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉമ്മാൻ്റെ അടുത്തേക്ക് ഒന്ന് പോവാം അല്ലേ? ഉമ്മ അറിയോ? ഇതിപ്പോൾ വേണ്ട. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മയുടെ ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ഈ കാര്യം അറിയുന്നത്. ഇവരെ എനിക്ക് നേരത്തെ തന്നെ അറിയാം. ഇപ്പം വല്ലാത്തൊരു അവസ്ഥയിൽ ഇപ്പോൾ കിടക്കുകയാണ്. എന്താണ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഉമ്മാൻ്റെ കാലിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? ഉമ്മാൻ്റെ പേര് സൂറ എന്നാണ്. എനിക്ക് നേരത്തെ അറിയുന്ന ഒരാൾ കൂടെയാണ്. നല്ല ആക്റ്റീവായിട്ട് നമ്മുടെ വീട്ടുജോലികൾക്കും കാര്യങ്ങൾക്കും പോയിട്ടാണ് ഈ കുടുംബം നോക്കിയും കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഒരു അസുഖം, പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരിക്കോസ് വെയിൻ്റെ ആണ് അല്ലമ്മ? വെരിക്കോസ് വെയിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പൊ എന്താണ് ഇപ്പൊ ഉണ്ടായത് അതൊന്ന് പറയോ? കാലില് പഴുപ്പായി. 4 മാസമായി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ. ഹോമിയോ നോക്കി, ഇംഗ്ലീഷ് മരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിനും ചെലവുകളൊക്കെ ഉണ്ടല്ലോ, ആരും അടുത്തിരിക്കാനില്ല. അതുകൊണ്ട് വീട്ടിൽ തന്നെ കിടക്കണം. അതെ. ഇതിപ്പോ കയ്യിൽ ഇപ്പൊ ഡെയിലി ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ട്? 2 നേരം വന്ന് വെക്കണം. 2 നേരം വെക്കണം. 2 നേരം വരും. സിസ്റ്റർ വരികയാണ് വീട്ടില്. പിന്നെ ഉമ്മ കിടക്കയില്ലേ, ഉമ്മയും വയ്യാതെ കിടക്കണല്ലോ. അതുകൊണ്ട് വാപ്പാക്കും ജോലിയില്ല, വീട്ടിലൊരാളില്ല. ഉമ്മ വയ്യാണ്ട് കിടക്കണ്ടല്ലേ? ഉമ്മ 5 വർഷമായി തടഞ്ഞിട്ട് ഉമ്മ അങ്ങനെ കിടക്കും. അത് നോക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആശുപത്രി അഡ്മിറ്റ് ആവാതെ ഇവിടെ തന്നെ വന്നത്. വീടും പരിസരമൊക്കെ ഇങ്ങനെ ആയതുകൊണ്ടും വളരെ സമാധാനപ്പെടാം. അത് കടം കൊണ്ടിട്ടൊക്കെ ഞങ്ങൾ എടുത്തു. പിന്നെ ആ കട അടയ്ക്കാൻ പറ്റില്ല. ഇനിയിപ്പോ നമുക്കും 10-60 വയസ്സൊക്കെ ആയി. അതുമാതിരി കടകളൊന്നും മേടിക്കാനും പറ്റില്ല. അങ്ങനെ അതുകൊണ്ടിപ്പോ നല്ല കഷ്ടത്തിലാണ് ചെയ്യാൻ. ഇതിപ്പോ ഇതിനും മരുന്നിനൊക്കെ അത്യാവശ്യം നല്ലൊരു തുക ആവുന്നുണ്ടെന്നാണ് ഞാൻ പറയാൻ കഴിഞ്ഞത്. ഇപ്പൊ കാലിൽ ഈ കറുപ്പ് കണ്ടോ? ഈ കറുപ്പാണ് ആദ്യം വന്നത് അല്ലേ? അതിനുശേഷമാണ് ഇപ്പൊ ഇങ്ങനെ ആയത്. ഇപ്പൊ എന്തോ നഖത്തിൽ എന്തോ ഒരു ഇൻഫെക്ഷൻ വന്ന് തുടങ്ങിയതാണ്. അതിനുശേഷം ഇപ്പൊ നരമ്പില് എന്താണ് അത് കട്ട് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നാളെ പോയാലേ അറിയുള്ളൂ. ഇപ്പൊ ഈ പഴുപ്പ് നോക്കിട്ട് ചെറിയ വ്യത്യാസം ഉണ്ട് അല്ലേ? ചെറിയ മാറ്റം. എല്ലിന്റെ വേദന വിടില്ല. എല്ലിക്ക് വേദന തട്ടി. 3 ദിവസം വേദന ഉണ്ടായിരുന്നില്ല. വേദന. അപ്പൊ ഇതിന്റെ ഒരു സഹായവും കാര്യങ്ങളും വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് വന്നത്. ഇനി മറ്റൊരു കാഴ്ച കൂടെ കാണിച്ചു തരാം. ഇപ്പൊ ഉപ്പാന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ കോവിഡിന് ശേഷം ആദ്യം ഉണ്ടായിരുന്ന ജോലിയൊക്കെ നഷ്ടമായി. അതിനുശേഷം ഇപ്പോ അല്ലറ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ആളുടെ ചെലവിന് മാത്രമാണ് എന്തെങ്കിലും കിട്ടുന്നുള്ളൂ അല്ലെ? വീട് ചെലവ് പാല് കുട്ടികൾക്ക് പാല് എന്തെങ്കിലും കുട്ടികൾക്ക് തിന്നാനോ അങ്ങനെയുള്ള സഹായിക്കാൻ വാങ്ങിക്കാൻ വേണ്ടി മാത്രം എന്നിട്ട് ഇങ്ങനെ തന്നെ പോവുക. ഇപ്പോ ഈ ഉമ്മാനെ നോക്കാനും ആ ഉമ്മാനെ നോക്കാനും ഒക്കെ നിങ്ങൾ മാത്രമേ ഉള്ളൂ? അതെ. ഞാനിപ്പോ വേറെ ഉമ്മയും കൂടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഉമ്മാന്റെ ഉമ്മയുള്ളത്? പാപ്പാന്റെ ഉമ്മയാണ്. ഓക്കെ. ഇതുണ്ടോ? ഈ കടത്തം തന്നെയാണ്. ആഹാരമൊന്നും കഴിക്കാറൊന്നുമില്ല. കഴിക്കാതെ മലമൊക്കെ അങ്ങനെ പോവന്നെ, മുതൽക്കാലം പോവന്നെ. ഡോക്ടർ ആശുപത്രി വിളിച്ച് സംഗതി പറഞ്ഞു. സംഗതി പറഞ്ഞപ്പോ അവരിപ്പോ നാളെ മറ്റേ ട്യൂബ് ഇട്ട് തരാം എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു സൈഡ് തളർന്നതാണ് ആദ്യം. വാട്ടർ ബെഡ് ഉണ്ടെങ്കിൽ കൊടുത്തരാം ഞങ്ങള് എന്ന് പറഞ്ഞു. പിന്നെ 2 തോടലിന്റെയും ഭാഗത്ത് പൊട്ടി മുറിയായിട്ടുണ്ട്. ഇങ്ങനത്തെ കിടക്കാൻ ഉമ്മാനെ നോക്കാനും ഇപ്പൊ ആരും ഇല്ലാത്തൊരവസ്ഥയിലായി. അതെ. ഉമ്മാനെ നോക്കിയിരുന്നത് ആ കാണുന്ന സുറുമയാണ്. സുറുമാക്ക് ഇപ്പൊ കാലിന് തീരെ വയ്യ, എണിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ബാലൻസ് തെറ്റിയെന്നാണ് പറഞ്ഞത്. കാരണം മരുന്നൊക്കെ അത്രയും ഡോസ് ഉള്ളതായിരിക്കും. ഈ ഉമ്മയും ഡെയിലി കടത്ത ഒന്നും അറിയണില്ല. ഇപ്പൊ കാര്യങ്ങളൊന്നും അറിയുന്നില്ല.
ഉമ്മാന്റെ അവസ്ഥയും ഭയങ്കര മോശമാണ്. അപ്പൊ ഇതിപ്പോ പാലിയേറ്റീവ് കെയർന്ന ആൾക്കാർ സാധാരണ വന്നിരുന്നാണ്, ഇപ്പൊ അതും വരാണ്ടായി അല്ലേ? അപ്പൊ അവരെന്താ വേറെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. വീടിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ, അങ്ങനെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇത് ലോണുണ്ട്, കാര്യങ്ങളുണ്ട്. അടച്ചിട്ടില്ല, ഒരു ശേഷം 4 കൊല്ലമായി. അന്നും ഞാൻ ഇരിക്കാൻ തുടങ്ങി. ലോൺ എടുത്തതിന് മൂലം ആ ജോലി നഷ്ടമായി. കോവിഡ് സമയം ആ സമയത്തായിരിക്കില്ല കമ്പനി കോറിയിൽ പണിയെടുത്തില്ല. 10-30-25 10-15 കൊല്ലം പണിയെടുത്തു, നല്ല ജീവിച്ചു പോയായിരുന്നു. അങ്ങനെ വീണത് സംഗതി കൃഷിയിൽ വീണപ്പോ പഞ്ചായത്ത് എഴുതി കൊടുത്തു. ഇപ്പൊ മെമ്പർ പറഞ്ഞു ഇപ്പൊ കിട്ടും. ഒരു കൊല്ലമായിട്ടില്ല. ഞങ്ങൾ വാഴ 4000 കൊടുത്തോണ്ട് വാടകയ്ക്കുന്നു. എത്ര 4000 കൊടുത്ത് കൊടുക്കും. അപ്പൊ ആധാരം പണയം വെച്ചിട്ട് 5 ലക്ഷം കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് എടുത്ത് ഇങ്ങനെ ആക്കി തന്നെ. പിന്നെ അതിന് അടയ്ക്കാനോ പിടിക്കാനോ ഒന്നും പറ്റിയില്ല. എത്ര വരെ ഒരു പൈസ പലിശയും അതിന്റെ പലിശയൊക്കെ വന്നിട്ടുണ്ടാവും. പലിശയൊക്കെ വന്നിട്ടുണ്ടാവും. പിന്നെ അതുപോലെ പാരപ്പറ്റി കെട്ടാത്തതുകൊണ്ട് വെള്ളം ഇതിനുള്ളിൽ വീഴുകയാണ്. ഇതിന്റെ ഉള്ളിലേക്ക് മഴയൊക്കെ ചോരുമ്പോ വീഴുകയാണ്. കാണുമ്പോ നമ്മൾ കെട്ടിയിട്ടുള്ളൂ, പക്ഷെ കംപ്ലീറ്റ് ഈ 3 ഭാഗം മാത്രമേ ഉള്ളൂ. ആ ഭാഗം ഒരു നിലവ് മാത്രമേ കാണുള്ളൂ, ഒലിക്കില്ല. ഇവിടെ ഒലിക്കും, ബക്കറ്റൊക്കെ വെക്കും. ആയിക്കോട്ടെ, ഓക്കെ. കംപ്ലീറ്റ് അകത്തേക്ക് വരുന്നുണ്ട്. വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീടിന് ഒരു ബാത്റൂം, ഇപ്പൊ നിങ്ങൾ ഇതിന്റെ ഒരു അവസ്ഥ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, 2 പേർക്കും എണിച്ചിരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ ഇവിടെ ഒരു അറ്റാച്ച് ബാത്റൂമിന്റെ ഒരു ആവശ്യം വളരെ അത്യാവശ്യമാണ് അല്ലമ്മ. ഒരു ബാത്റൂം കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതിന് ആരെങ്കിലും ഒരു തരത്തിലൊന്ന് സഹായിക്കണം. അതുപോലെ തന്നെ ഉമ്മാന്റെ അവസ്ഥ എനിക്കൊക്കെ നല്ല രീതിയിൽ അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മയുടെ ചേച്ചി, എൻ്റെ മൂത്തുമ്മേന്റെ വീട്ടില് അവിടെയൊക്കെ ജോലിക്ക് വന്നിട്ട് ഞങ്ങളെയൊക്കെ മക്കളെ പോലെ കണ്ടിട്ട് ഞങ്ങൾക്ക് അവിടെ വിരുന്ന് പോയാൽ തന്നെ നമുക്ക് ഭക്ഷണം തരാനും മറ്റുള്ള കാര്യത്തിനൊക്കെ എപ്പോഴും ഒരു ഉമ്മാനന്മാര് തന്നെയായിരുന്നു ഞങ്ങൾക്കൊക്കെ. അപ്പൊ ഈ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ തന്നെ ഷോക്കായി പോയി. ഇപ്പൊ ഞാനൊരു ഹെൽപ്പ് ചോദിച്ചിട്ട് വരികയാണ്. ഇവരുടെ അവസ്ഥയൊക്കെ ഞാൻ പറ്റാവുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മള് ഇവരുടെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുക്കുക. ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ സഹായിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഗൂഗിൾ പേ നമ്പർ ഞാൻ കൊടുക്കുക, അതുപോലെ തന്നെ ഉമ്മാന്റെ അക്കൗണ്ട് നമ്പറും കൊടുക്കുക. ഗൂഗിൾ പേ നമ്പർ വേറൊരു നമ്പർ, അതായത് മക്കളുടെ ആരെങ്കിലും നമ്പറാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പൊ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയാൽ അത് ഇവർക്ക് വലിയൊരു ഉപകാരമായിരിക്കും. അത് നിങ്ങൾ 10 രൂപയെങ്കിൽ 10 രൂപ നിങ്ങളുടെ കയ്യിലുള്ളത് ഹെൽപ്പ് ചെയ്യുക. ഇനിയിപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാവുന്നവർക്കോ ഇല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്തിട്ട് അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള ഹെൽപ്പ് ഒന്ന് ചെയ്യിപ്പിച്ചെടുക്കാൻ നോക്കുക. അതാണ് നമുക്ക് പറയാനുള്ളൂ. അപ്പൊ ഇത് എവിടെയാണ് സ്ഥലം, നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് വന്ന് ഇവരെ കാണാം. ഇപ്പോൾ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കുടുംബം ഉമ്മാന്റെ ഇതിലാണ് ഒരു വീടുകളിൽ പോയി പണിയെടുത്തിട്ടായിരുന്നു ഈ കുടുംബം പോറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന് തീരെ സാധിക്കാൻ പറ്റാത്തൊരവസ്ഥയായി, കാലിൽ എണിച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി. മരുന്നിൻ്റെയൊക്കെ ഡോസ് കൊണ്ടാണ് തോന്നുന്നു ബാലൻസ് പോലും കൺട്രോൾ പോവുകയല്ല, എണിച്ചിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അപ്പോൾ അതിനെ പറ്റിയ എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ കുടുംബത്തിൽ ഇപ്പോൾ ബാപ്പാൻ്റെ ഉമ്മ കൂടെ ഉണ്ട്. ആ ഉമ്മയും തീരെ ഒരു ഇതില്ലാതെ, ഒന്നും ഓർമ്മശക്തിയും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ തളർന്ന് കിടക്കുകയാണ്. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇവർക്കൊരു ബാത്റൂമിൻ്റെ ഒരു സൗകര്യമാണ്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ അവസ്ഥ, ലോണാണ്, 1 രൂപ അടച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയറും ചെയ്യുക. ഇവരുടെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും ഞാൻ കൊടുക്കുന്നതാണ്. ഇനി നേരിട്ട് വന്ന് കണ്ടിട്ട് സഹായിക്കുള്ളൂ എന്നുള്ളവരുണ്ടെങ്കിൽ നേരിട്ട് വരാൻ വേണ്ടിയിട്ട് ഇവിടെ എവിടെയാണ് അഡ്രസ്സ് എങ്ങനെയാണ്? പുതുപ്പരിയാരം പഴയ പഞ്ചായത്ത്, പാലക്കാട് പുതുപ്പരിയാരം പഴയ പഞ്ചായത്തിലുള്ള തെക്കേപ്പറമ്പ്. ഓക്കെ, ലക്ഷം വീട്. ഇനിയിപ്പോ ആരെങ്കിലും ലൊക്കേഷൻ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ അയച്ചു തരാം കേട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി പറയണേ, എനിക്ക് അത്രയും വേണ്ടപ്പെട്ട, എനിക്ക് നല്ല രീതിയിൽ അറിയുന്ന ഒരു കുടുംബം കൂടിയാണ്. അപ്പൊ പറ്റാവുന്നവര് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇതിനു മുമ്പ് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. നമ്മൾ പ്രാരിയിൽ ബഷീർ സാഹിബ് ആണെങ്കിൽ ശരി, മലപ്പുറത്തുള്ള ഒരു അവരുടെ പേര് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഒരുപാട് പേര് ചെറിയ ചെറിയ സഹായങ്ങൾ, ഗൂഗിൾ പേ, സ്കൂൾ കോളേജ് കുട്ടികൾ, സ്റ്റുഡൻസ് വരെ ചെറിയ അവനെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്തവരുണ്ട്. അപ്പോൾ പലർക്കും നമ്മൾ വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാഹനങ്ങൾ, സ്കൂട്ടറുകൾ, വികലാംഗരായിട്ടുള്ളവർക്ക്, അംഗവൈകല്യമുള്ളവർക്ക്, അതുപോലെ തന്നെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂട്ടർ, ഓപ്പറേഷൻ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ കൂടെ നടന്നിട്ടുണ്ട്. അവരൊക്കെ അതുപോലെ സഹായിച്ചവരൊക്കെ ഈ വീഡിയോ കാണും എന്ന് വിചാരിക്കുന്നു. ഇവർക്ക് ഈ ഒരു സഹായമാണ്. ഈ ഒരു കുടുംബം ഇവരുടെ ഇതിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരിക്കൽ കൂടി പറയുന്നത് ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുക്കുക. മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് സഹായിക്കാൻ കഴിവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഷെയർ കൊണ്ട് നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ളവരും നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളവർക്കൊക്കെ ഈ വീഡിയോ എത്തുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.